പാർലമെൻറ്റ് ഇത് സഭ കൂടുന്നതിന് മുന്നേ രാഹുൽ ഗാന്ധി പുറത്തു പോയി വിദേശത്ത് പോയിട്ട് വരുന്നൊരു സ്വഭാവം വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ്. അത് ഈ ഫോറിൻ ഫണ്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ സ്ട്രാറ്റജി തീരുമാനിക്കാനും ആണെന്നൊക്കെയുള്ള ഒരു ആരോപണമുണ്ട്. അത് ശരിയായിരിക്കും? ഫണ്ടിങ്ങിനൊന്നും പോകുന്നതല്ല. പുള്ളി എന്തോ മറ്റെന്തെങ്കിലും സ്വകാര്യ ആവശ്യത്തിന് പോകുന്നതാണ്. അത് ഈ ഇതുപോലത്തെയൊക്കെ രഹസ്യയാത്ര നടത്തിയാലേ അതേ ചൊല്ലി ഇല്ലാത്ത അപവാദമൊക്കെ ഉണ്ടാകും. ഈ രാഹുൽ ഗാന്ധി പണ്ടൊരു കൊളംബിയക്കാരി പെണ്ണുമ്പിളയായിട്ട് ഇതിലേക്ക് നടന്നു പോയതല്ലേ. കുമരകത്ത് വന്നായിരുന്നല്ലോ. കുമരകത്ത് വന്നു. എല്ലായിടത്തും അതിനെയും കൊണ്ട് നടക്കുമായിരുന്നു. എന്ത് ചെയ്തു? അതിനെ കൊന്നോ തിന്നോ കുഴിച്ചും കൂടിയോ എന്താ ചെയ്തത്? ആർക്കും അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾ മുങ്ങിക്കഴിയുമ്പോൾ ആളുകൾക്ക് വേണ്ടാത്ത സംശയമൊക്കെ തോന്നും. ഡൽഹിയിൽ പറഞ്ഞു കേൾക്കുന്നൊരു അപവാദം ഇങ്ങനെ ഡീടോക്സിഫിക്കേഷന് പോവുകയാണ്, ഡ്രഗ്സ് ഉപയോഗിക്കും, അതൊരു പരിധി കഴിയുമ്പോൾ പിന്നെ അത് എടുത്തു കളയുന്ന എന്തോ ചികിത്സയുണ്ട് പോലും എനിക്കറിഞ്ഞു. അതിനാണ് ഈ പോകുന്നത്. അതുകൊണ്ടാണ് പുള്ളി പുറത്ത് പറയാതെ പോകുന്നത് എന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഈ കൊളംബിയക്കാരിയെ പോലെ മറ്റു പല കാര്യങ്ങളും ഉണ്ടെന്നും അതിനൊക്കെയാണ് പോകുന്നതെന്നും പറയും. ആർക്കറിയാം ഇതെന്താ? ഒരു കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയാതെ ഇത് എവിടെ പോകണമെങ്കിലും അവരേതായാലും അറിയില്ല, ഇമിഗ്രേഷനിലുള്ളവരും സംഗതിയൊക്കെ. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഇങ്ങനെ എവിടെ പോകുന്നു എന്നൊക്കെ ഉള്ളത്. പേഴ്സണൽ ഡീറ്റെയിൽ ആയതുകൊണ്ട് അവർ പുറത്ത് വിടുന്നില്ല. പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുമൊന്നും വേണ്ട. അതൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയുള്ള എന്നുവെച്ചാൽ ഇവർക്ക് കാശ് കൊടുത്ത് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്, ഇവരുടെ ആവശ്യമല്ല. ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക എന്നുള്ളത് യോഗേന്ദ്ര യാദവിൻ്റെ ആവശ്യമല്ല, മറ്റവൻ്റെ ആവശ്യമാണ്, ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെയൊക്കെ ആവശ്യമാണ്. അപ്പോൾ അവർ യോഗേന്ദ്ര യാദവ് എവിടെ ഇരിക്കുന്നു തപ്പി എടുത്തിട്ട് കാശ് തന്നിട്ട് പോകും. അതുകൊണ്ട് പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് ഇവർ പുറത്ത് പോകേണ്ട കാര്യമില്ല. ഈ പാർലമെൻറ്റ് സെഷൻ ഇപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ചയാവും. നിർണായകമായ ബില്ലുകൾ ഉണ്ടാവുമോ? എന്തായിരിക്കും ഏകദേശം? നിർണായകമായ ബില്ലുകളൊന്നും തന്നെ ഇതിലില്ല, അജണ്ടയിലില്ല. അജണ്ട റിലീസ് ചെയ്ത് മിനിഞ്ഞാന്ന് വന്നിരുന്നു ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന്. അതിൽ എന്തോ ഒരു ഇൻകം ടാക്സ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, അതെന്തുകൊണ്ടാണ് ആർക്കും അറിയില്ല. അതുകൊണ്ട് വന്ദേ മാതരം അതിന് ഈ ജനഗണമനയുടെ സ്റ്റാറ്റസ് കൊടുത്തിട്ട് അത് റെഗുലേറ്റ് ചെയ്യുക, എവിടെയൊക്കെ അത് ചൊല്ലണം, എത്ര ചൊല്ലണം, ആര് ചൊല്ലണം, അതിന് അപമാനിച്ചാലുള്ള ശിക്ഷ, ഇതൊക്കെയുള്ള ഒരു ബില്ല്. പിന്നെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്, അതാരും പറഞ്ഞു കേൾക്കുന്നില്ല, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ബിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇത് അടിസ്ഥാനമാണ്, NRC ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഒരാൾ എവിടെ ജനിച്ചു എന്ന് അറിയണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമല്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് പോപ്പുലറായിട്ട് അധികകാലമായിട്ടില്ല. എനിക്കൊന്നും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, അറിയാമോ? എനിക്കുമില്ല. ആ പരിപാടിയില്ലല്ലോ. പള്ളിക്കൂടത്തിൽ ചേർക്കാൻ പോകുമ്പോഴാണ് ആദ്യമായിട്ട് സാറ് ജനിച്ച തീയതി ചോദിക്കും, അത് കുറിച്ച് വയ്ക്കും. അത് SSLC ബുക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. പലരുടെയും തെറ്റായിരിക്കും. അതാണ് ഡേറ്റ് ഓഫ് ബുക്കാണ് SSLC ബുക്കാണ് കൊടുത്തുകൊണ്ട്. അപ്പോൾ SSLC ബുക്ക് ഈ ജനിച്ച ആളിന് വേറെ എവിടെയെങ്കിലും പോയിട്ട് SSLC പാസ്സാകാം. അപ്പോൾ ഇയാൾ അവിടെ ജനിച്ചു എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? അതില്ല. അപ്പോൾ അത് ബർത്ത് സർട്ടിഫിക്കറ്റ് വഴിക്കാൻ ഇപ്പോഴാണ് കൂടുതലും ഈ പ്രസവം ആശുപത്രിയിലാകുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ. എന്ത് വാങ്ങിക്കോട്ടെ. അപ്പോൾ അത് ബർത്തും ഡെത്തും അതിൻ്റെ രജിസ്ട്രേഷൻ അതിലിനി എന്താ വരാൻ പോകുന്നറിയില്ല. കാരണം ടിൽ ഡേറ്റ് അത് സംസ്ഥാനങ്ങളുടെ ചുമതലയായിരുന്നു, ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ. അതിന് കേന്ദ്രത്തിലേക്ക് എടുക്കുകയാണോ എന്താണെന്നറിയില്ല. അതൊരു NRCയുടെ തുടക്കമാണിത്, എഴുതി വെച്ചു. അപ്പോൾ ഈ ബില്ലുകളാണ് അജണ്ടയായിട്ട് ഉൾക്കൊള്ളിച്ച്. മറ്റേ വൺ നേഷൻ വൺ ഇലക്ഷനോ വിമൻസ് റിസർവേഷൻ ബില്ലോ ഡീലിമിറ്റേഷൻ ബില്ലോ ഒന്നും തന്നെ അജണ്ടയിൽ ചെയ്തിട്ടില്ല. അജണ്ടയിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുവരാൻ പാടില്ലായൊന്നുമില്ല. 1 മണിക്കൂർ നോട്ടീസിൽ ഏത് ബില്ലും കൊണ്ടുവരാം, സർക്കാരിന് അവകാശമുണ്ട്. 370 നേരത്തെ അജണ്ടയിൽ ഇല്ലായിരുന്നല്ലോ. അജണ്ടയിൽ വേണമെന്നില്ല. മാത്രമല്ല അജണ്ടയിലുള്ളത് കൊണ്ടുവരണമെന്നുമില്ല, അതും നിർബന്ധമില്ല.
അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു, എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല, സൗകര്യമില്ല, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. അപ്പോൾ പക്ഷേ ഓപ്പോസിഷൻ ഇപ്പോൾ പറയുന്നത് ഉറപ്പായിട്ടും ഈ ബില്ല് വരും, ഡീലിമിറ്റേഷൻ വരും. ഡീലിമിറ്റേഷൻ വന്നാൽ രസം അതാണ്, കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ അതിനെ എതിർക്കുന്നത്. ബാക്കി കക്ഷികളൊക്കെ ബില്ല് വരട്ടെ നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. മിക്കവാറും ഇവർ അനുകൂലിക്കും. അങ്ങനെയാണെങ്കിൽ ഡീലിമിറ്റേഷനും വിമൻസ് റിസർവേഷനും പാസ്സായി പോകാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടെങ്കിൽ 29 ഇലക്ഷൻ, കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. അത് നല്ലതുമാണ്. അതെ. ലോക്സഭയിൽ കേരളത്തിൻ്റെ കാര്യം നോക്ക്, ലോക്സഭയിൽ 20, 10, 30 പേർക്ക് മത്സരിക്കാം. സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ മോഹം എന്ന് പറയുമ്പോൾ, സ്ഥാനാർത്ഥിയാവുക, ജയിക്കുക, ഇതാണ്. അപ്പോൾ 30 പേർക്ക് അവസരങ്ങൾ. കേരളത്തിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ LDF, UDF, BJP ഗ്രൂപ്പ്, NDA എടുത്തു കഴിഞ്ഞാൽ ഈ 3 ഗ്രൂപ്പിനും 30 സ്ഥാനാർത്ഥി വീതം മത്സരിപ്പിക്കാം. എന്താ സന്തോഷം. നിയമസഭയിലേക്ക് 140, 70, 210. അപ്പോൾ എനിക്കും വായിജത്തിനുമൊക്കെ ചിലപ്പോൾ ഒരു MLA ആയിട്ട് മത്സരിക്കാൻ സാധ്യത. ഇങ്ങനെ ആണ് രാഷ്ട്രീയക്കാരുടെ മനസ്സ് പോകുന്നത്, ഞാനീ പറഞ്ഞ രീതി. അതെ. അങ്ങനെയുള്ളവർ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, അല്ലടാ നമ്മൾ എന്തിനാ ഈ ഡീലിമിറ്റേഷനെ എതിർക്കുന്നത്? എനിക്കറിയാമല്ലോ നേതാവ്. നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, 2 സീറ്റുണ്ട്, ഇപ്പം നമ്മൾ 2 പേരും മത്സരം. നാരായണൻകുട്ടി പുറത്ത് നിൽക്കില്ല, അവൻ നമ്മളെ പാര വയ്ക്കും, ഉറപ്പല്ലേ? പാര വയ്ക്കും. അപ്പോൾ 2-ന് പകരം 3 സീറ്റായി കഴിഞ്ഞാൽ നാരായണൻകുട്ടിക്കും സീറ്റ് കൊടുത്താൽ അവനും സന്തോഷം, നമുക്ക് 2 പേർക്കും സന്തോഷം. ശരിയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ബില്ലിനെ എതിർക്കുന്നത്? 2 എന്നുള്ളത് 3 ആകുന്നു. നാരായണൻകുട്ടിയെ കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. ഇത്രയിൽ അവൻ പണ്ടേ നമ്മുടെ കൂട്ടുകാരനാണല്ലോ. ഈ കളിയിൽ നമ്മളവനെ തോൽപ്പിച്ചെന്നേ ഉള്ളൂ. 2 സീറ്റേ ഉള്ളൂ. 3 സീറ്റ് മത്സരിക്കാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ നാരായണൻകുട്ടിയും കൂടെ MLA ആകാൻ സന്തോഷമാകും. ഈ സംഗതി ക്ലിക്ക് ചെയ്തു. സമാജ്വാദി പാർട്ടിയിൽ, DMK-യിൽ, ശിവസേനയിൽ, TMC-യിൽ എല്ലാ MP-മാരും അത് ശരിയല്ലേ ഇപ്പം, കൂടുതലല്ല. അല്ല അപ്പം സൗത്തിന് കുറഞ്ഞു പോയി, ചുമ്മാ ഇരിക്കും. സൗത്തിന് ഇപ്പോൾ കുറവല്ലേ? ഇത് സംഭവം എന്താണെന്ന് അറിയാം, സൗത്ത് ചെറുതാണ്, അതുകൊണ്ട് MP-മാർ കുറവാണ്. ഇന്ത്യയുടെ കിടപ്പ് നോക്കി ഇങ്ങനെ കൂർത്ത് താഴത്തേക്കല്ലേ വരുന്നത്. ഈ മൊനമ്പിൽ കൊണ്ടുപോയിട്ട് 5000 സീറ്റ് കൊടുക്കാൻ പറ്റുമോ? വികസിച്ച് അവിടെ കൂടുതൽ, അവിടെ ആൾതാമസം കൂടുതലുണ്ട്, ഇവിടെ ആൾതാമസം കുറവാണ്. കുറയാൻ കാര്യം എന്താ? ഇവിടെ സ്ഥലം കുറവാണ്, ഇങ്ങനെ കൂർത്താണ് വരുന്നത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. ഇപ്പോൾ സൗത്തിൽ എപ്പോഴും കുറവായിരിക്കും MP-മാർ. അത് നമുക്ക് തിരുത്താൻ പറ്റുമോ? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം നമ്പറുകളൊക്കെ അടിക്കാതെ ഈ ബില്ലങ്ങ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുണ്ട്. ഞാൻ മത്സരിക്കുന്നത് കൊണ്ട് അവൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. വിമൻസ് റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ അവൾക്കും ഒരു സീറ്റായി, എനിക്കും സീറ്റായി, മൊത്തം സീറ്റിൻ്റെ എണ്ണം കൂടി. റിസർവേഷൻ അവൾക്ക് കിട്ടി, എൻ്റെ സീറ്റ് പോകുന്നുമില്ല. മൊത്തത്തിൽ സന്തോഷം. ഈ ഒരു സാധനം എല്ലാ പാർട്ടിയിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? അതിൽ കുട്ടികൾ BJP എന്തുകൊണ്ടുവന്നാലും ഞങ്ങൾ എതിർക്കും. ഇതിങ്ങനെ കൂടുതൽ ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിലെ കുറച്ച് പേര് രാഹുൽ ഗാന്ധിയോട് പറയും, ഇതെന്തിനാണ് ചേട്ടൻ ഞങ്ങളുടെ കഞ്ഞി മുടക്കുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ജീവിച്ചു പോട്ടെ. ചേട്ടന് ഏതായാലും എവിടെ നിന്ന് കഴിഞ്ഞാൽ ചേട്ടന് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്, ചേട്ടനും മറ്റേ ചേച്ചിക്കും പ്രിയങ്കയ്ക്കും. നിങ്ങൾക്ക് ഇത് പ്രശ്നമല്ല, ഞങ്ങൾക്കിത് പ്രശ്നമല്ലേ? ഈ ഒരു ചോദ്യം കോൺഗ്രസിനുള്ളിൽ വരും. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വേഗം ഈ ബില്ല് വരണമെന്നും കോൺഗ്രസ് അതിന് എതിര് പറയണമെന്നാണ്. മറ്റുള്ളവർ ബില്ല് വരട്ടെ നോക്കാം എന്ന് പറയുന്നത് അവർ ഈ ബില്ലിനെ അനുകൂലിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആ തമാശകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ ഈ കഴിയട്ടെ. ഇപ്പോൾ ലോക്സഭ തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരാവശ്യമുണ്ട്. രാമക്ഷേത്രത്തെ പറ്റിയും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തും. അതിലൊരു 3 ദിവസം പോകും. കട്ടിക്കിടിച്ച് അങ്ങേരെ ഒരു പ്രസ്താവന നടത്താൻ പോകില്ല. കാരണം SIT റിപ്പോർട്ട് ഇന്നലെ തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ പ്രധാനമന്ത്രി ലോക്സഭയിൽ അഭിപ്രായം പറഞ്ഞുകൂടാ, നിയമപരമായിട്ട് തന്നെ. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൽ പ്രസ്താവന ചെയ്യുന്നത് അനുചിതമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഒന്നും പറയാൻ പോകുന്നില്ല.
പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ച് ഇങ്ങനെ 2-3 ദിവസം, ആദ്യത്തെ 2-3 ദിവസം അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് റിയൽ ബില്ലും സംഗതിയൊക്കെ ആയിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.